സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണമെങ്കിൽ പാറ പിളർത്തി അതിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ച് നൽകിയാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനതയ്ക്ക് ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ പാറയിലൂടെ പുറപ്പെടുവിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയതൻ ഫദറൂഹാ തഅകുൽ ഫീ അർദില്ലാഹി വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഅഖുദകും അദാബുൻ അദീം. ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം. അതിനെ യഥേഷ്ടം മേയാനും വെള്ളം കുടിക്കാനും ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം. അതിനെ നിങ്ങൾ വല്ല നിലയ്ക്കും ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. സഹോദരങ്ങളെ, ആ സമൂഹത്തിൽപ്പെട്ട ഒരൊറ്റ വ്യക്തി അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞ ഒട്ടകത്തെ അതിനെ നിഗ്രഹിക്കാൻ, അതിനെ വധിച്ചു കളയാൻ തയ്യാറായപ്പോൾ അള്ളാഹു ആ ജനതയെ ഒന്നടങ്കം നശിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. അവരുടെ പാപത്തെ തുല്യമാക്കി. എന്ന് വെച്ചാൽ ഒരാളാണ് അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞ സമൂഹത്തിന് ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒട്ടകത്തെ വധിച്ചു കളഞ്ഞത് ഒരാളാണ്. പക്ഷേ ആ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഈ പാപത്തെ തുല്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വീതിച്ചു കൊടുത്തു. വലാ യഖാഫു ഉഖുബാഹ. അവർ ഈ തെറ്റിന്റെ പരിണിത ഫലം അഥവാ അള്ളാഹുവിന്റെ ഒട്ടകത്തെ വധിച്ചു കളഞ്ഞാലുള്ള ആ തെറ്റിന്റെ പരിണിത ഫലത്തെ കുറിച്ച് അവർ ആലോചിച്ചിരുന്നേ ഇല്ല. അവർ ഒരിക്കൽ പോലും ഭയന്നിരുന്നില്ല. അപ്പൊ അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞ ഒരു ഒട്ടകത്തോട് അനാദരവ് കാണിച്ച സമയത്ത്, ഒരു വ്യക്തി അനാദരവ് കാണിച്ചപ്പോൾ ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞതിന്റെ ചരിത്രപാഠം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖൂ ശഹ്റ റമളാൻ, നിങ്ങൾ റമളാനിനെ സൂക്ഷിക്കണം. ഫഇന്നഹു ശഹ്റുല്ലാഹ്, അത് അള്ളാഹുവിന്റെ മാസമാണ്. അപ്പൊ അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞ മാസത്തെ നമ്മൾ ആദരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന ഉമ്മത്തി ലം യഖ്സൂ മാ അഖാമു ശഹ്റ റമളാൻ. എൻ്റെ ഉമ്മത്തികൾ, എൻ്റെ സമുദായം ഈ റമളാനിനെ അനാദരിക്കാത്ത കാലത്തോളം അവർ നിന്ദ്യരാവുകയില്ല. റമളാനിനെ അനാദരിക്കാത്ത കാലത്തോളം അവർ നിന്ദ്യരാവുകയില്ല. വമാ ഖിസീഹും ഫീ ഇളാഅത്തി ശഹ്രി റമളാൻ. അല്ലാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ പാഴാക്കുന്നതിലൂടെ സമുദായത്തിന് വരുന്ന നിന്ദ്യത എന്താണ് എന്നു സഹാബാക്കൾ ചോദിച്ചു. എൻ്റെ ഉമ്മത്തികൾ ഈ മാസത്തെ അനാദരിക്കാത്ത കാലത്തോളം എൻ്റെ ഉമ്മത്തികൾ നിന്ദ്യരാവൂല. ഇനി അങ്ങനെ നിന്ദ്യരായി പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്തിഹാകുൽ മഹാരിമി ഫീഹി. ഈ മാസത്തിലും പാപകർമ്മത്തിൽ ആരെങ്കിലും ഊളിയിടുന്നുണ്ടെങ്കിൽ, മുങ്ങിത്താഴുന്നുണ്ടെങ്കിൽ, മുങ്ങി കുളിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഈ മാസത്തോടുള്ള അനാദരവ്.
11 മാസക്കാലം യഥേഷ്ടം തിന്നാനും കുടിക്കാനും എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു മാസക്കാലം, ഈ 11 മാസക്കാലത്തെ ജീവിതത്തിലേക്ക് ആവശ്യമായ ആത്മീയമായ ഊർജവും ഇന്ധനവും സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് അവസരം എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ മാസത്തിലും എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും അല്ലാഹു ഒരുക്കി തന്നിട്ടും ഈ മാസത്തെ അനാദരിച്ചുകൊണ്ട് ഈ 11 മാസം കാലം ചെയ്തു വന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഈ റമദാൻ കാലത്ത് തുടരുകയാണെങ്കിൽ, സ്വഭാവത്തിലുള്ള പെരുമാറ്റത്തിലുള്ള ജീവിത മേഖലകളിലുള്ള വൈകല്യങ്ങളെ നോമ്പ് കൊണ്ട് നിയന്ത്രിച്ചു നിർത്താൻ, പട്ടിണി കൊണ്ട് നിയന്ത്രിച്ചു നിർത്താൻ, പടച്ചവനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് പിടിച്ചു നിർത്താൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ മാസത്തിലും ഹറാമിലേക്കുള്ള വ്യഗ്രതയും ഹറാമിലേക്കുള്ള എടുത്തുചാട്ടങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ മാസത്തെ അനാദരിക്കലാണ്. അത് വ്യക്തികളിലായിരിക്കും സംഭവിക്കുക. പക്ഷെ അതിന്റെ ദോഷവും അതിന്റെ കെടുതിയും സമൂഹം ഒന്നാകെ അനുഭവിക്കേണ്ടി വരും. പാപകർമ്മങ്ങളുടെ പരിണിത ഫലം അങ്ങനെയാണ്. വ്യക്തികളിൽ, ഒരു കുടുംബത്തിൽ ഒരാളായിരിക്കും ഏതെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെടുക. പക്ഷേ അതിന്റെ അനുരണനങ്ങൾ ആ കുടുംബത്തിലുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരും, ഉറപ്പാണ്. അതാണ് അതിന്റെ രീതി. ഈ സാമ്പത്തിക വിഷയത്തിലുള്ള സൂക്ഷ്മത, പലിശയുമായി ബന്ധപ്പെട്ട് ചേർന്ന് ആ വിഷയത്തിൽ ഒരു ഗൗരവവും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, തലമുറകളോളം അതിന്റെ കെടുതി അനുഭവിക്കേണ്ടി വരും എന്ന് കാണാം. തലമുറകളോളം. കാരണം ഈ പലിശയുടെ മുതല് ഇങ്ങനെ തിന്നു പോകുമ്പോ അതിങ്ങനെ തലമുറകളോളം അതിന്റെ കെടുതി അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ പാപകർമ്മങ്ങൾ, അപ്പൊ നമ്മൾ വിചാരിക്കും, എന്താണ് ഇപ്പൊ പാപകർമ്മം, ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹറാമുകൾ ഈ നോമ്പ് കാലത്തും ഹറാമുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നമുക്ക് ആവശ്യമാണ്. ആ ഹറാമുകൾ പലപ്പോഴും നമ്മുടെ നോമ്പിന്റെ വെണ്മയെ, അതിന്റെ തെളിച്ചത്തെ, അതിന്റെ നന്മയെ, അതിന്റെ മൂല്യത്തെ കെടുത്തിക്കളയും. ഒരു മനുഷ്യന്റെ അവയവങ്ങളെ നോമ്പ് കാലത്ത് അവന് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ നാവ്, അവന്റെ മറ്റവയവങ്ങൾ അള്ളാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് വഴങ്ങുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, ഹറാമിലേക്കുള്ള ചായ്വ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. റമദാൻ കാലത്തും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത ഡൈ അടിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്, ഡൈ അടിക്കുന്ന ആളുകളുണ്ട്. അത് റമദാനിലും ഹറാമാണ്, റമദാൻ അല്ലാത്തപ്പോഴും ഹറാമാണ്. എന്നിട്ട് പല ന്യായം പറയുന്നവരുണ്ട്, അതിന് ഒരുപാട് ന്യായം പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഊർജം ചെലവാക്കുകയാണ്. ചില ആളുകളെ എനിക്ക് ഇവിടെ വരുന്നവർ തന്നെ എനിക്ക് കാണാൻ പറ്റും. കാരണം ഈ കുറ്റിമുടി ഉണ്ടല്ലോ, കുറ്റിമുടി ഇങ്ങനെ വെളുത്ത് തന്നെ നീക്കും. പടച്ചോൻ വെച്ച പ്രതിഭാസം പോലെ ഒറ്റ നോട്ടത്തില് കാഴ്ചക്കാരന് മനസ്സിലാവും ഇവന് വയസ്സായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, നരച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇയാൾ സമ്മതിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം, അതായത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്ലാമിന്റെ ഫുട്ബോളിൽ യാത്ര ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്ന്. ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ, അതിന്റെ ഈ സൈഡ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന, അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് നിസ്കാരം ഉണ്ടാവും, അവരെല്ലാ കാര്യത്തിനും സജീവമായിരിക്കും. എന്നാൽ അവർക്ക് ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ പോകും. അതിനകത്ത് അവർക്ക് സ്വയം മസലകൾ ഉണ്ടാകും.
സ്വയം ന്യായങ്ങൾ ഉണ്ടാകും, സ്വന്തം അഭിപ്രായങ്ങളും ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും അവർ പോവുക. അള്ളാന്റെ ദീനിൽ ഇത് പറ്റൂല. അതൊരു മുസ്ലിയാരിക്കും പറ്റൂല, ഒരു സാധാരണക്കാരനും പറ്റൂല, ആർക്കും പറ്റൂല. അതാണ് അള്ളാഹുവിന്റെ ദീൻ.